ശ്രീ ഷാഫി ചാലിയം, ഈ പരിഹാസത്തിന് മറുപടിയുണ്ടോ? ഇനി ബാംഗ്ലൂർ സെൻട്രലിന്റെ കാര്യത്തിൽ പോലും നിങ്ങൾക്ക് കൃത്യമായ കണക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലേ എന്നാണ് അദ്ദേഹം പരിഹസിക്കുന്നത്. മറുപടി. അല്ല, അദ്ദേഹം ഇവിടെ വിശദീകരിച്ചല്ലോ. കേൾക്കുന്ന പ്രേക്ഷകർക്ക് അദ്ദേഹത്തിൻ്റെ ആ സംസാരത്തിലെ അഹങ്കാരവും അദ്ദേഹത്തിൻ്റെ ആ ചൊടി നിറഞ്ഞ ഒരു ശരീരഭാഷയും ജനാധിപത്യത്തോടും ഈ ആരോപണമുള്ള ഒരു പരമ പുച്ഛയൊക്കെ നമ്മൾ കണ്ടല്ലോ. ഇതൊക്കെ തന്നെയാണ് പ്രശ്നങ്ങൾ. ഒന്ന്, ഇലക്ഷൻ കമ്മീഷൻ ഈ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രീം കോടതിയോളം പ്രാധാന്യമുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതിൽ പ്രൈം മിനിസ്റ്റർ, പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്, ഈ 3 പേരുമാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷനെ നിശ്ചയിക്കേണ്ടത്. ഇതാണ് രാജ്യത്തിലെ നിയമം. ഈ നിയമമാണ് ആദ്യം മാറ്റുന്നത്. ഇത് എന്തിനാണ് മാറ്റുന്നത്? സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനാണ് മാറ്റി. എന്നിട്ട് പ്രൈം മിനിസ്റ്റർ നോമിനേറ്റ് ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ. അപ്പോൾ എന്ത് സംഭവിക്കും? പ്രൈം മിനിസ്റ്റർ അഭിപ്രായത്തിന് അപ്പുറത്തൊരു അഭിപ്രായം പ്രൈം മിനിസ്റ്റർ നിയമിക്കുന്ന നോമിനിക്ക് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോൾ രാജ്യത്തിലെ സുപ്രീം കോടതിൻ്റെ ചീഫ് ജസ്റ്റിസ് ആരാ? ജമാഅത്തെ ഇസ്ലാമിക്കാരനോ അല്ലെങ്കിൽ ലക്ഷറെ തൊയ്യൊന്നല്ലല്ലോ. ഈ രാജ്യത്തിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഏറ്റവും വലിയൊരു കുഞ്ചിക സ്ഥാനത്തിരിക്കുന്ന അവരെ പോലും മാറ്റാൻ തയ്യാറുള്ള ഇവർ എന്തൊക്കെ ചെയ്യും ഈ രാജ്യത്ത്? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇവിടെ TN ശേഷൻ, ഖുറൈശി തുടങ്ങിയ ഒരുപാട് പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുണ്ടായിരുന്നു. അവരൊക്കെ ഭരിക്കുന്നവരുമായിട്ട് എങ്ങനെയാണ് നിന്നത്? വളരെ നിഷ്പക്ഷപരമായി ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് അവരൊക്കെ നിന്നത്. എന്നാൽ ഇന്ന് സംവിധാനമാകെ മാറിപ്പോയിരിക്കുന്നു. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വോട്ടർ പട്ടികയിൽ ഫോട്ടോ ഇല്ലാതെ ഒരു അഡ്രസ്സ് മാത്രം. എങ്ങനെയാണ് ഫോട്ടോ ഇല്ലാതെ അത് പ്രിൻ്റ് ചെയ്യപ്പെടുന്നു? ചിന്തിച്ച് നോക്കുക നിങ്ങൾ. അപ്പം ഈ വരുന്ന വോട്ടർ ആരാണ്? അവരെങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും? മഹാരാഷ്ട്രയിൽ തന്നെ വേറൊരു സംഭവം രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത്. ഇതിനൊന്നും മറുപടിയില്ല. അതായത് അഡൽട്ട് വോട്ടേഴ്സ് ഉണ്ട്, പുതുതായി വരുന്ന വോട്ടേഴ്സ്. അവരുടെ നമ്പർ എത്രയാണോ അതിൻ്റെ ഇരട്ടിയിലധികം വൃദ്ധന്മാരായ ആളുകൾ പുതുതായി വോട്ടർമാരായി മാറിയിരിക്കുന്നു. നിലവിലുള്ള വോട്ടർമാർക്ക് വയസ്സായി വൃദ്ധരാകലാണ്. ഇത് വൃദ്ധരായ വോട്ടർമാർ ചേർക്കപ്പെട്ടത് അഡൽട്ടിൻ്റെ ഇരട്ടിയിലധികം. മഹാരാഷ്ട്രയിലെ തന്നെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ കണക്ക് പറഞ്ഞു. മൊത്തം വോട്ട് 5,06,000. പോൾ ചെയ്യപ്പെട്ട വോട്ട് 4,10,000. എല്ലാ സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ വോട്ട് കൂട്ടി നോക്കിയപ്പോൾ 6 ലക്ഷം. എങ്ങനെയുണ്ട്? അല്ല, 5 ലക്ഷത്തി സംതിങ് ആണ് ടോട്ടൽ വോട്ട്. പോൾ ചെയ്യപ്പെട്ടത് 4 ലക്ഷത്തി സംതിങ് ആണ്. എന്നാൽ എല്ലാ സ്ഥാനാർത്ഥികൾക്കും കിട്ടിയ വോട്ട് മൊത്തം കൂട്ടി നോക്കിയപ്പോൾ 6 ലക്ഷത്തിൻ്റെ അധികം. ആരോടായി കണക്ക് പറയേണ്ടത്? ഇതിനൊന്നും ഒരു മറുപടി പോലും ഇലക്ഷൻ കമ്മീഷൻ മിണ്ടുന്നില്ല. ഇതുവരെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പ്രതികരിച്ചിട്ടില്ല. ഇങ്ങനെ പ്രതികരിക്കപ്പെടും? ഒരു ബൊമ്മയാക്കി നരേന്ദ്രമോദി ഗവൺമെൻറ് വെച്ചതാണ്. ഡു വാട്ട് ഈസ് ഇറ്റ്, പറയുന്നത് കേൾക്കുക. ഇതാണ് ഇവിടെ നടക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാഹുൽ ഗാന്ധി ഈ ചൂണ്ടിക്കാട്ടിയ ഈ കാര്യങ്ങൾ ഇപ്പം ഉടനീളം നോക്കല്ലോ. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഇന്ത്യ മുന്നണി എവിടെ? മഹാരാഷ്ട്രയിൽ പിന്നെ BJPയുടെ പ്രതിരോധം. മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യം മത്സരിച്ചിട്ടില്ല. അവിടെ മഹാഗാഡി എന്ന് പറഞ്ഞ വേറൊരു സഖ്യമാണ്. സ്റ്റേറ്റുകളിൽ ഇന്ത്യ മുന്നണി ഇല്ല. മനസ്സിലാക്കണം. ഇന്ത്യ മുന്നണി ദേശീയ തലത്തിൽ യോജിക്കാവുന്നവർ തമ്മിൽ യോജിച്ചു കൊണ്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. 300ഓളം MP-മാരാണ് നാളെ റാലിക്ക് പ്രകടനം ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിൽ നടത്താൻ പോകുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ ഭൂമിയിൽ ഇന്ത്യ എന്നൊരു രാജ്യം മാത്രമല്ല ഉള്ളത്. ലോകത്ത് 100-200ഓളം അംഗീകൃത രാഷ്ട്രങ്ങളുണ്ട്. അവിടങ്ങളിലൊക്കെ മീഡിയയുണ്ട്. മനസ്സിലാക്കണം. ഇത് ലോകം മുഴുവൻ വലിയ രീതിയിൽ പ്രചരിച്ച വാർത്തയാണ്. ഇന്ത്യ രാജ്യത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ളൊരു അവസരം, അതാണ് ഏറ്റവും വലുത്. ഈ രാജ്യത്തിൻ്റെ ത്രെഡ് അതാണ്. ഡെമോക്രസിയുടെ ഒരു ത്രെഡ് അതാണ്. ആ ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കാനുള്ള ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് മേലെയാണ് ഈ കൈവെക്കുന്നത്. ഇതിനേക്കാൾ വലിയൊരു പാതവും ഒരു കുറ്റവുമുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കത്. ഇതൊക്കെ ഈ രാജ്യത്തെ ജനങ്ങൾ കാണുകയാണ് എല്ലാം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ചുരുക്കത്തിൽ ഇത് BJP ഈ വരുന്നതിൻ്റെ എന്താ പറയുക, അടിക്കടി അവർ വരുന്നതിൻ്റെ പിന്നിലുള്ള അതിൻ്റെ രസതന്ത്രം എന്ത് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ട് പോവുകയല്ലേ ചെയ്തത്. പറഞ്ഞിട്ടും അദ്ദേഹത്തെ പലരും പരിഹസിച്ചു.
പക്ഷേ അദ്ദേഹം അതിന് മുന്നിൽ കഠിനാധ്വാനം നടത്തി ശാസ്ത്രീയപരമായി വളരെ പെയിൻഫുള്ളായ എൻക്വയറി നടത്തിയിട്ടാണ് ലോകത്തിൻ്റെ മുമ്പിൽ അത് വാർത്താ സമ്മേളനം കാണിച്ചത്. ആ വാർത്താ സമ്മേളനം ഇന്ത്യ രാജ്യത്തിലെ ദേശീയ മാധ്യമങ്ങളിൽ എത്ര പേർ ലൈവായി കൊടുത്തെന്ന് ശ്രുതിക്കറിയോ? ദേശീയ മാധ്യമങ്ങളെല്ലാം ചത്തു കഴിഞ്ഞു, അല്ലെങ്കിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ചില സത്യങ്ങൾ തുറന്നു പറയുന്ന ദ വയർ പോലുള്ള പല ഓൺലൈൻ പോർട്ടുകളും കേസുകൾ കൊണ്ട് വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ആ രാഹുൽ ഗാന്ധിയുടെ സുപ്രധാനമായ ഈ ഞെട്ടിപ്പിക്കുന്ന ഈ വാർത്താ സമ്മേളനം ലൈവ് കൊടുക്കാതിരുന്ന 2 ചാനലുണ്ട്. അതായത് ഒന്ന് ജനം ചാനലും മറ്റൊന്ന് നമ്മളെ കൈരളിയുമാണ്. നിർഭാഗ്യകരമാണത്. പിന്നെ ഞാനത് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്, സങ്കടം കൊണ്ട് പറയേണ്ടി വന്നതാണ്. ഇന്ത്യ മുന്നണിയിൽ നിൽക്കുകയാണ്. ലോകത്തിൻ്റെ മുമ്പിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വർക്ക് സാഹസികമായി തയ്യാറാക്കിയ ഒരു കണക്ക് അവതരിപ്പിക്കുമ്പോൾ അത് രാജ്യത്തെ മുഴുവൻ ജനത്തിനെ കാണിപ്പിക്കരുത് എന്ന് ജനം ടി വിയുടെ നിർബന്ധം നമുക്ക് മനസ്സിലാക്കാം. കൈരളിയിൽ പോലും ഉത്തരവാദിത്തം നിർവഹിച്ചോ ഇല്ലത് വളരെ വിമർശനാത്മകമായി പറയില്ല. പിന്നെ അഡ്വക്കേറ്റ് ലാലിനെ പോലുള്ള വളരെ മാന്യരായ മതനിരപേക്ഷവാദിയായ നിഷ്പക്ഷമാനായ വ്യക്തിയാണ്. നിങ്ങളെപ്പോലുള്ള ആളുകൾ അത് ഉത്തരവാദപ്പെട്ട ഇടതുപക്ഷ നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. അതും ഞാൻ ഇതിന് കൂടുതൽ പറയുകയാണ്. നമുക്കറിയാലോ മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് എന്തായിരുന്നു? ഒപ്പത്തിന് ഉച്ചയ്ക്ക് 1:30-2 മണി വരെ ഒക്കെ ആയി പോവാണ്. 2:30 മണി കഴിഞ്ഞോടുകൂടി ചിത്രാണ് മാറുന്നു. അതായത് വൈകി കൂട്ടിച്ചേർക്കുന്ന കുറേ വോട്ടുകൾ കൊണ്ട് വരുന്നു, ചിത്രം മാറുന്നു. ഹരിയാന അതാണ്. ഹരിയാന എല്ലാ ഗാലപ്പോളുകളും എല്ലാവരും തന്നെ കോൺഗ്രസിൻ്റെ മുൻതൂക്കം കൃത്യമായി രേഖപ്പെടുത്തിയതാണ്. പക്ഷേ ലാസ്റ്റ് പാദങ്ങൾ എത്തുമ്പോഴേക്കും മാറുന്നു. മഹാരാഷ്ട്ര അതുപോലെ തന്നെ. ഇപ്പോൾ കർണാടകയിൽ ഇപ്പോൾ ഇത്ര വലിയൊരു ഓപ്പറേഷൻ നടക്കാനുള്ള കാരണം എന്താ? കർണാടക അസംബ്ലി മുഴുവൻ കോൺഗ്രസ് തൂത്തുവാരുന്നു. സ്വാഭാവികമായും അവിടെ വമ്പിച്ച വാഗ്ദാനങ്ങളുടെ നിറവേറ്റൽ നിരന്തരമായി നടക്കുന്നു. സ്ത്രീകൾക്കുള്ള പദ്ധതികൾ, കുട്ടികൾക്ക് ബിരുദാനം, അതായത് ജനം മുഴുവൻ സാറ്റിസ്ഫൈഡ് ആണ്. BJP ആകട്ടെ കലഹം കൊണ്ട് അവിടെ തമ്മിലടിക്കുന്നു. ഈ ഘട്ടത്തിൽ അവിടെ BJP വലിയ സീറ്റുകൾ വാങ്ങിയത് ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴാണ് അതിൻ്റെ സൂത്രം മനസ്സിലാക്കുന്നത്. എത്രയൊക്കെ വോട്ടുകൾ ഏതൊക്കെ രീതിയിലാണ് ചേർത്തത്. ഞാൻ ചോദിക്കട്ടെ ശ്രീതി, ഒറ്റ കാര്യം. ഈ CCTV ദൃശ്യങ്ങൾ 45 ദിവസം കഴിഞ്ഞാൽ നശിപ്പിക്കണമെന്ന് ഇവർ തീരുമാനിച്ചിരിക്കുന്നു. എന്തിനാണ് ആ തീരുമാനം? 1990 തൊട്ട് 47 ആഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നവരെ ഇവിടെ നടന്ന ബ്രിട്ടീഷുകാരുടെ അവരുടെ കൊന്നതും കെട്ടിത്തൂക്കിയതും തടവിലിട്ടുന്ന കോർട്ട് മാസ്റ്റർ രേഖകൾ പോലും ഇന്നും ഇവിടെ ആർക്കൈവ്സിൽ സംരക്ഷിക്കപ്പെടുകയാണ്. എന്നാൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ 45 ദിവസം കഴിഞ്ഞാൽ നശിപ്പിക്കണമെന്ന് ഉത്തരവിടുന്നത് എന്താണ്? അതിന്റെ പിന്നിലുള്ള മോട്ടീവ് വളരെ കൃത്യമാണ്. പിന്നീട് ആരെങ്കിലും പുതിയ ചട്ടമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പുതിയ ചട്ടമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം നമ്മുടെ കോഴിക്കോട്ടെ മാമി തിരോധന കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയില്ലേ 3 മാസം വരെ എൻക്വയറി ഇല്ലാതെ അതിനെ ചെയ്തു, ഹോൾഡ് ചെയ്ത് നിർത്തി. 3 മാസം കഴിഞ്ഞ ശേഷം ഇറങ്ങി. 3 മാസം കഴിഞ്ഞാൽ ഒരു CCTV ഫൂട്ടേജും ഒരു ഷോപ്പുകളിലും കാണില്ല. എല്ലാ CCTVയുടെയും ഫൂട്ടേജിൻ്റെ കാലയളവ് 3 മാസമാണ്. അപൂർവമായിട്ടാണ് 3-ന് മേലെയുള്ളൂ. അപ്പോൾ ഈ താമി പോയ വഴി ഏതാണെന്ന് മനസ്സിലാവും. അപ്പോൾ താമിയെ തട്ടിക്കൊണ്ടുപോയ ആളുകൾക്ക് സർക്കാരിലുള്ള സ്വാധീനം വെച്ചുകൊണ്ട് 3 മാസം അന്വേഷണം വലിച്ചിഴച്ച് എവിടെയും തൊടാതെ ഹോൾഡ് ചെയ്തു. 3 മാസം കഴിഞ്ഞ് പോലീസ് CCTV പരിശോധിച്ചു. കേസുകളൊക്കെ വർഷങ്ങളോളം കോടതിയിൽ നിൽക്കുന്ന കാര്യമായതുകൊണ്ട് ഈ 45 ദിവസത്തിനകം അത് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത് എങ്ങനെയാ അത്തരം കേസുകൾ അത് സഹായകമാകുമെന്നൊരു ചോദ്യം കൂടിയുണ്ട്. Debate with Smriti Parithikar.